Welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചക്കക്കുരു കൊണ്ടുള്ള ചമ്മന്തി. നമുക്ക് ചക്കക്കുരു സാധാരണ നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മൾ കൂടുതലും ഉണ്ടാക്കാറുള്ളത് ഒഴിച്ചുകറിയായിട്ട് എന്തിൻ്റെങ്കിലുമൊക്കെ കൂടെ ചേർത്തും അല്ലാതെയും ഒക്കെ ഒഴിച്ചുകറിയായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് ഒഴിച്ചുകറി ഉണ്ടാക്കാറുണ്ട്. അപ്പം ചമ്മന്തി അധികം ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് ചക്കക്കുരു വെച്ചിട്ട് ചമ്മന്തി അരച്ചാൽ. അത് പലതരത്തിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ചക്കക്കുരു വേണമെങ്കിൽ അടുപ്പിൽ ചുട്ടെടുത്തിട്ട് ചെയ്യാറുണ്ട് കനലിൽ, അല്ലാതെ നമുക്ക് വറുത്തെടുത്തും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അടുപ്പൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്. ഗ്യാസ് സ്റ്റൗവിൽ ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുത്ത് എങ്ങനെ ചമ്മന്തി അരയ്ക്കാമെന്ന് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചക്കക്കുരു ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു ചെറിയ വലിപ്പത്തിലുള്ള ചക്കക്കുരുവാണ് എടുത്തേക്കുന്നത്. ഏകദേശം 20 തന്നെ എടുത്തിട്ടുണ്ട്. വലിപ്പം കൂടുതലാണെങ്കിൽ ഇത്ര എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ചമ്മന്തിയുടെ അളവിനനുസരിച്ച് ചക്കക്കുരുവിൻ്റെ എണ്ണം തീരുമാനിക്കാം. പിന്നെ എരിവിനായിട്ട് ഞാൻ ഇതിനകത്ത് വറ്റൽമുളകാണ് ചേർത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ കാശ്മീരി മുളകായതുകൊണ്ട് ഞാനൊരു 6 എണ്ണമാണ് എടുത്തേക്കുന്നത്. എരിവ് കൂടുതലുള്ള മുളകാണെങ്കിൽ എണ്ണം കുറയ്ക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം. പിന്നെ 1.5 കപ്പോളം തേങ്ങ ചിരകി ഇതെടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളി. ചക്കക്കുരു പൊതുവെ എല്ലാവർക്കും ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് വെളുത്തുള്ളി നല്ലതാണ്. അപ്പോൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുക്കാം. പിന്നെ അതിനകത്തേക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ഒരു 10-12 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തെടുക്കാം. ഇനി ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ ആദ്യം ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ചക്കക്കുരു ഒന്ന് വറുത്തെടുക്കുക എന്നുള്ളതാണ്. ചക്കക്കുരു വറുക്കാനായിട്ട് ഡ്രൈ ആയിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്, എണ്ണയൊന്നും ചേർക്കില്ല. അപ്പോൾ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ചക്കക്കുരു ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ തൊലിയുടെ കളറൊക്കെ മങ്ങി വരുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. അതുപോലെ ചൂട് കൂട്ടാതെ അടുപ്പ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്. പെട്ടെന്ന് പുറം കരിഞ്ഞു പോകും, അകത്ത് വേഗത്തുമില്ല. അപ്പം ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഒക്കെ ആയിട്ട് മാറിയിട്ട് ചക്കക്കുരു നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ചൂട് കൂട്ടി ഇടരുത്, ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കും. ഇപ്പം നല്ല പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കക്കുരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് വറ്റൽമുളക് ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുക. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടാം, കുഴപ്പമില്ല. ഇതിപ്പം ഞാനൊരു പാകത്തിനുള്ള അളവാണ് പറയുന്നത്. കുറച്ചുകൂടെ സ്പൈസി ആവണമെങ്കിൽ മുളക് കൂട്ടിയെടുക്കാം. അപ്പോൾ മുളക് ആവശ്യത്തിന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്കതും കൂടെ കോരി മാറ്റാം. ഇനി ഞാൻ ആ ചീനച്ചട്ടി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ആ ചക്കക്കുരു വറുത്തതിൻ്റെ ഒരു കറുത്ത പൊടിയൊക്കെ അതിൽ കാണും. ചീനച്ചട്ടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം. അതിനുശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയൊക്കെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് മൂപ്പിക്കാതെയും നമുക്ക് ചെയ്യാം, ഉള്ളി ഒന്നും വഴറ്റാതെയും ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചമ്മന്തി അരച്ചതിന് ശേഷം അവസാനം കുറച്ച് പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, എണ്ണയിലേക്ക് കുറച്ച് ഉള്ളിയെല്ലാം വഴറ്റിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവസാനം വേറെ എണ്ണ ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുക. ആ എണ്ണ ഉൾപ്പെടെ നമുക്ക് ആ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണയും കൂടെ വന്നാലേ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് വറ്റൽമുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞെടുക്കാം. അതിനുശേഷം ചക്കക്കുരുവിൻ്റെ ആ പുറമേയുള്ള തൊലി പൊളിച്ച് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ തൊലി അടർന്നു പോവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഉള്ളിലെ കറുപ്പ് തൊലിയും കൂടെ മാറ്റാം. ഞാനത് മാറ്റാറില്ല.
അതിന് മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നാറില്ല, കുഴപ്പമൊന്നുമില്ല. അത് ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും മാറ്റാം. പിന്നെ ഈ ചക്കക്കുരു വെന്തോന്നറിയണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് പൊടിഞ്ഞു വരും. അപ്പോൾ നന്നായിട്ട് ഉള്ളിൽ വെന്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ഒന്ന് ചമ്മന്തി പരുവത്തിന് അരച്ചെടുക്കുക. നമ്മുടെ ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ്. ചോറിന് വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ ചക്കക്കുരു ഇടയ്ക്കൊരു വെറൈറ്റിക്ക് ഇതുപോലെ നല്ല ചമ്മന്തിയൊക്കെ അരച്ച് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ പുതിയ വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്